ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഡെത്ത് പാർക്ക്. അപ്പോൾ ഗൈസ് ഇതൊരു ഹൊറർ ഗെയിമാണ്. ഞാൻ ഇയർപോഡൊക്കെ വെച്ചാണ് കളിക്കുന്നത്. കിടിലൻ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കും നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ. സോ ഈ വീഡിയോക്ക് ഞങ്ങളൊരു 10 ലൈക്ക് എങ്കിലും തരിക. സോ കൂടുതൽ പറഞ്ഞ പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇയർപോഡൊക്കെ വെച്ചിട്ടാണ് കളിക്കണത്. എന്താവോ എന്തോ, എൻ്റെ ശബ്ദം തന്നെ എനിക്ക് എന്തോ ഉണക്കൊക്കെ തോന്നുന്നു ഇവിടെയൊക്കെ വന്നിരിക്കുന്നു. അപ്പം നമ്മളെ ചെവിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ള സൗണ്ടാണ് ഞാൻ വച്ചേക്കുന്നത്. എന്നാലും നല്ല സൗണ്ട് ഉണ്ട്, കിളി പോവും. മിക്കവാറും എക്സ്പ്രഷൻ ഇട്ട് വാരി പോവും. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഡെത്ത് പാർക്ക്. ഇത് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കളിക്കുന്ന എല്ലാ ഗെയിമും കണ്ടിട്ടുണ്ട്. ഇത് എപ്പോഴും കുറച്ച് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയണ്ട, നമുക്ക് തുടങ്ങാം. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇമേജ് എഫക്റ്റ് ഓൺ ഓഫ്. ഡിഫിക്കൽട്ടി ഈസി വേണ്ട, നോർമൽ ഇടക്കട്ടെ. നോർമൽ കൊടുക്കാം. ലൈഫ്സ് ഈസി ആണെങ്കിൽ 6 ലൈഫും, നോർമൽ ആണെങ്കിൽ 5 ലൈഫ്സ്. നമുക്ക് നോർമൽ കളിക്കാം. ഓക്കെ, കണ്ടിന്യൂ. നല്ലൊരു ഹൊറർ ഗെയിം ആവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിക്കുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20 ലൈക്സ് ആണ്. സോ പ്ലീസ് നിങ്ങളെല്ലാവരും 20 ലൈക്സ് എത്തിക്കുക. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ അടിക്കില്ല സുഹൃത്തുക്കളെ. ഓക്കെ, പാർക്ക് ഭയങ്കര എഫക്റ്റ്. പാർക്ക് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഭയങ്കര ഒരു ജോക്കറാണ് ഇതിൽ വില്ലൻ. ഞാൻ കളിച്ചിട്ടുണ്ട്. ഒരു ജോക്കറാണ് വില്ലൻ ഇതിൽ. ഹൊററാണ്. നമ്മളെ റൂമാണ് സുഹൃത്തുക്കളെ. നമ്മളെ കഥകിൽ ആരോ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ എസ്കേപ്പ് ദ റൂം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ നമുക്ക് തപ്പാൻ സമയമില്ല. ഹൈഡ് അണ്ടർ ദ ബെഡ്. എനിക്ക് ഹൊറർ ഗെയിമൊക്കെ കളിക്കാൻ ഭയങ്കര പേടിയാണ്. സത്യം ഭയങ്കര പേടി. ആര് വരുന്നു സുഹൃത്തുക്കളെ? സൗണ്ട് എഫക്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഉണക്ക്. ആരോ വന്ന് പോണു. അതൊക്കെ മിണ്ടാതിരിക്കാം. ഊച്ചി മോനെ ഇടിക്കുന്ന നിന്നെ മിണ്ടാ പോ. ഇത് ഹൊറർ ഗെയിമാണ്. ഇതൊക്കെ വച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുവട്ടം കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ടേക്ക് എ കീ ഫ്രം ദ ചിൽഡ്രൻസ് റൂം ദ ബെനിഫിറ്റ്സ്. ഇതാണ് നമ്മളെ റൂം. നമ്മൾ ഉറക്കം എണീറ്റപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. ഇത് അവസാനം ഒരു ഡ്രീമൊക്കെയാണെന്നൊക്കെ പറയും. ഓക്കെ, പറഞ്ഞ ത്രില്ല് കളയുന്നില്ല. ഇവിടെ എന്തോ 14 കോയിൻ. ടേക്ക് എ കീ ഫ്രം ദ ചിൽഡ്രൻസ് റൂം ഇൻ ദ ബെഡ് സൈഡ് ടേബിൾ. ഇതല്ലേ ഇതെന്ത് ജോക്കർ? കീ പിക്ഡ് അപ്പ് ചിൽഡ്രൻസ് റൂം കീ. ഭയങ്കര സൗണ്ട് കണക്കൊക്കെ തോന്നുന്നു. ലോക്ക്ഡ്. യൂസ് ദ ചിൽഡ്രൻ റൂം കീ ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ദ കീ ഫ്രം ദ ഇൻവെന്ററി ടു ദ ഡോർ. ഓ ഇങ്ങനെ അങ്ങനെ. ഡെത്ത് പാർക്ക്. വാട്ട് ദ ഹെൽ? റേറ്റിംഗ് ഒക്കെ പിന്നെ കൊടുക്കാം. പോ മാമ. റേറ്റിംഗ് ഒക്കെ പിന്നെ കൊടുക്കാം. ലോഞ്ച് ദ ട്രെയിൻ അട്രാക്ഷൻ. അയ്യോടാ, ഇവിടെ നമ്മളെ വീട് എന്തിയേ? അയ്യോ, നമ്മളിവിടെ വെച്ചിട്ട് നമ്മളെ വീട് എന്തിയേ? നമ്മളിവിടെ നിന്നല്ലേ പറഞ്ഞു വന്നത്? ഡെത്ത് പാർക്ക് 1.5 പണിയാവും. ഒരു മിനിറ്റ്. ഓക്കെ, ഡെത്ത് പാർക്ക്. ഇതിൽ മെയിൻ വലിയൊരു ജോക്കറാണ്. അവൻ ആള് മഹാപെശകാണ്. അപ്പടാ ഡെത്ത് പാർക്ക്. ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇപ്പം അവൻ്റെ വല്ല ഇൻട്രോയും കാണിക്കും. കണ്ട് ഇത് നമ്മൾ എടുക്കണം. ട്രെയിൻ ടിക്കറ്റ്. ഓ താണ്ടല്ല, അവനാണ് താണ്ടെ. ഇവരാണ് വില്ലൻ. സത്യം പറഞ്ഞ എനിക്ക് പേടിച്ച് തൂറ്. ഞാൻ മിക്കവാറും അമ്മതിരി സൗണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്തത് അവനാണ് വില്ലൻ. നിങ്ങൾ കണ്ടല്ലേ? എനിക്ക് ഒന്നാമത് ഇവിടെ കിളിവായിട്ടിരിക്കുകയാണ്. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ് ജസ്റ്റ് യൂസ് എ ഹിൻഡ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനാണെങ്കിൽ ഹിൻഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇതങ്ങനെ കളയുന്നു. ഇവിടെ യൂസ് ദ ടിക്കറ്റ് ഇൻ ദ ട്രെയിൻ അട്രാക്ഷൻ. ട്രെയിൻ അട്രാക്ഷൻ ടിക്കറ്റ് യൂസ് ചെയ്യാം. നമ്മളെടുത്താ ഹൊറർ. എനിക്ക് എന്തായാലും അവനെ നോക്കാം. ഡേയ് ഇവൻ
സ്പീഡ് സ്പീഡ് സ്പീഡ്. അവൻ്റെ സ്പീഡുണ്ട് സ്പീഡുണ്ട്. ഓട് ഓട്. പുറകെ പുറകെ പുറകെ. അയ്യോ വിട്ട്. അവന്റെ സ്പീഡ് കണ്ട റോക്കറ്റ് ചുട്ടാണ് വരുന്നത് ഇങ്ങ് വരെ. അവന്റെ സ്പീഡ് കണ്ടായിരുന്നു സുഹൃത്തുക്കളെ. എന്റെ കണ്ണൊക്കെ ചാടി വിളി വരുന്നു അവന്റെ സ്പീഡ് കണ്ടിട്ട്. നമ്മൾ അവനെ കാത്തിരിക്കാൻ പാടില്ല. അവൻ ആള് മഹാപേശക്കാണ്, സത്യയുടെ പേശക്കാണ്. അവൻ ഫ്രൈ അടിക്കും. എനിക്കൊന്നും എൻ്റെ എക്സ്പ്രഷനൊക്കെ പോയാണ്ട ഇടിക്കുന്ന ഇവിടെയൊക്കെ. ഇവിടെ ടിക്കറ്റ് നമ്മൾ ഉണ്ടോക്കെ. അവനെ നോക്കി നിന്ന് നമുക്ക് നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞാൽ പണി കിട്ടും. നമുക്ക് പോവാം. ഇവിടെ എന്തോ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. മറ്റേ ഇവിടെ കലങ്ങുന്ന നടക്കത്തെ സത്യയുടെ പേടിയൊന്ന്. ഇവിടെ മറ്റേ നമ്മളില്ല പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന സാധനം ഇതല്ലേ ട്രെയിൻ. ഇവിടെ എന്തോ നീയാണ്. അയ്യോ എനിക്ക് അവനെയാണ് പേടി. ടിക്കറ്റ് യൂസ് ചെയ്യണം. ഷുഡ് ഐ ഇൻസേർട്ട് സംതിങ് ഹിയർ? ടിക്കറ്റ് അല്ലേ? ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ഓ ട്രെയിൻ വേണം. അയ്യോ നമ്മൾ കയറിയില്ല. അയ്യോ അയ്യോ പലക. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൽ കയറുമ്പോൾ താഴെ വീണില്ലേ, മിക്കവാറും അവിടെ കൊണ്ടുവയ്ക്കാനായിരിക്കും പലക. അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ. അവനെ ഞാൻ അവിടെ കണ്ട്. സത്യന് നല്ല പേടി. വലിയ പേടിയൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റിയ പേടി അതറ ഒറ ഒറ ഒറ. ഇവിടുത്തെ വഴിയൊന്നും എനിക്കറിയില്ല. ഇവിടെ നല്ല സ്പീഡുണ്ട് നല്ല സ്പീഡുണ്ട്. നമ്മൾ നോർമൽ എടുത്തോണ്ടാണ്. മട്ടം മട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നാലോ മാക്രി. അങ്ങ് ഓടാൻ പറ്റത്തില്ല കാരണം എനിക്കടുത്ത് വഴിയൊന്നും അറിഞ്ഞുള്ളൂ. അതാണ് ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന്. എന്തായാലും നമുക്കിനി ഇപ്പോൾ ഒന്നുകൂടെ കളിക്കാം. സെറ്റാക്കാം. അപ്പോൾ ആദ്യം ചെയ്താൽ പല കഷ്ണം എടുക്കണം. ഞാൻ പേടിയാവുമെന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ ഇനി നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ഓടിച്ചത് പലക എടുക്കാം സുഹൃത്തുക്കളെ. അവ നമ്മളെ പിടിക്കാൻ വരുന്നത് അവൻ്റെ മണ്ടയ്ക്കൊട്ട് കൊട്ടാണെന്ന് വിചാരിച്ച് നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് ഞെക്ക് പൊട്ടിച്ചാണ്. എന്നിട്ട് ലൈക്കും കൂടെ അങ്ങ് ഞെക്ക്. ഇന്നത്തെ നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20 ലൈക്കാണ്. ഇങ്ങനെയൊക്കെ വല്ല പറഞ്ഞു വിട്ടുക അല്ലെങ്കിൽ പേടിയാവും. ഡു യു നീഡ് എ ഹിൻഡ്? നോ പോടാ. പിന്നെ നമ്മളെ കണക്കത്തെ ബുദ്ധിശാലികൾക്ക് ഹിൻ്റൊന്നും വേണ്ട അല്ലേടാ അല്ലേ ഗൈസ്? ഗുഡ് വുഡൻ പ്ലാങ്ക്സ് റിസ്യൂം. ദാണ്ട്രാ ഇവിടെ വന്നാ ഈ മുട്ട. അയ്യോടാ അവ ഇവിടെയും വന്നടാ. നമ്മൾ അവ ഇവിടെ കാണും അവൻ. എൻ്റെ കാലടിയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മളെ തീർന്നു. ഓക്കെ ഇവിടെ നമ്മൾ പ്ലാൻ കിടന്നു. 1 മിനിറ്റ്. എനിക്ക് എവിടെ നിന്ന് ഒരു കാലടിയുടെ ശബ്ദം കേൾക്കാം. അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് അപ്പുറത്ത് പോവാം. എന്തായാലും ഇപ്പുറത്താണ് പോകാനുള്ളത്. ബോട്ടിൽ ഓഫ് വാട്ടർ ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം. ഇതവിടെ ഒരു കുതിരയുടെ പുറത്ത് രക്തം പറ്റിയിട്ടുണ്ട്. അതങ്ങോട്ട് കഴിവണം. ഡേയ് അപ്പൊ അങ്ങനെ പുറകിന്നൊന്നും ഞാൻ കണ്ടില്ല. അവനെ സ്കിപ്പ് അടിച്ചോളാം. ഞാൻ കണ്ടില്ല. അതെങ്ങനെ നമുക്ക് എന്തായാലും കളിക്കാം. എൻ്റെ പോലെ ഞാൻ ഇത് ആദ്യമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പേടിയാവുന്നു. ആദ്യമായിട്ട് ഞാൻ കളിക്കുന്നില്ല, കണ്ടിട്ടുണ്ടെന്നിട്ട് പറഞ്ഞു കുറച്ച്. നമ്മളെ വെള്ളവും കുപ്പി ഉണ്ടല്ലേ. ഇവൻ ആള് മഹാപെശകാണ് കേട്ടോ. ഇവന് നല്ല സ്പീഡും ഉണ്ട്. പണ്ടാരാമാന്ന് ഇവിടെ ആണേ ഈ കുതിര. ഇത് തന്നെ ഇവിടെ 3, 5, 7, 8 എഴുതി വെച്ചിട്ട് മറന്നു. ഇതെന്താ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യണേ? എന്ത് പറ്റി? ഇപ്പം അവൻ വരുമായിരിക്കും കയറും. മാറ്റം ഇതൊക്കെ. ഇതെന്ത് ഞാൻ കണ്ട് അവനെ. ഞാൻ കണ്ട് അതോ ഞാൻ പ്രതീക്ഷയില്ല അപ്പുറത്തൊന്നും വരുമെന്ന്. നിങ്ങൾ വിചാരിക്കും അഭിനയാണ്. സത്യം പേടിച്ചു ഒരു സുഹൃത്തുക്കൾ. ഞാൻ അപ്പുറത്തൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊന്നായിരിക്കും ഒന്ന്.
ശ്രദ്ധിച്ച് കളിക്കൂ. ഡബിൾ ഡോക്സ് ശ്രദ്ധിച്ച് കളിക്കൂ. അയ്യോ കോഡ് എത്ര 3, 5, 7 8 എഴുതി വെച്ച നന്നായി. ഇത് നമ്മൾ എവിടെ ചെന്ന് അടിക്കണം? അവിടെ എന്തോ ഒരു കെട്ടിടം കൊണ്ടുണ്ട്. ഈ പൊട്ടൻ്റെ കാര്യം അവ കാണത്തില്ല. സൂപ്പർമാനെ കണക്കും വരും. ഇവ എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ നോക്കി നടക്കണം. വരുന്ന കാണുമ്പോഴേ നെഞ്ചൊരു ഇടിപ്പങ്ങ് ഇടിക്കും. ഇവിടെ ഇല്ല. നിക്ക്. എൻ്റെ അടുത്ത കോഡ് എത്ര? 3, 5, 7 8. തുറന്ന അതെങ്ങനെ തുറന്ന്? അടുത്ത അഡ്മിനിസ്ട്രേഷൻ. നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ചെയ്സൊക്കെ കാണും. പാർക്ക് യോടാ നമുക്കിങ്ങനെ മാറാൻ പറ്റും. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേഷന് പോകാൻ പറ്റും. ഓക്കെ. അഡ്മിനിസ്ട്രേഷന് മിക്കവാറും സീനാക്കും അവൻ. അപ്പോൾ പണി തരും നമുക്ക്. അയ്യോ പിന്നെയും വിളി ഇറങ്ങി കൊടുത്തു. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, ഞാൻ അകത്ത് കയറട്ടെ. ഓക്കെ ഇനി അകത്ത് ഞാൻ അറിയാം സ്വിച്ച് മാറി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഡോറിനാണ് നമ്മൾ വരുന്നത്. അതാണ് പ്രശ്നം. ഞാൻ തിരിഞ്ഞു, എനിക്കറിയാം. ഈ ഡോറിൻ്റെ അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ ആ ഡോർ കൊണ്ടുവെക്കുന്നത്. ഓക്കെ ഹോസ്പിറ്റലേ അസ്പത്താൽ ഇവിടെ എന്തോ യു ഹാവ് ഫൈൻഡ് 1 out of 13 ഒരു ഹിഡൻ ഐറ്റം കണ്ടുപിടിച്ചു. വരുന്നെന്ന് മാത്രം പറയരുത്. വരുന്നെന്ന് മാത്രം എന്നോട് പറയരുത് പ്ലീസ്. വേറെ എന്തുവാണോ പറഞ്ഞോ. അവൻ വരുന്നെന്ന് മാത്രം എന്നോട് പറയരുത്. വേറെ എന്തുവാണോ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അവൻ വരുന്നെന്ന് മാത്രം എന്നോട് പറയരുത്. കാണുമ്പോൾ പേടിയോ. അടുത്ത ലെവൽ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള. ഇതെന്ത് കോയിന് കറണ്ട് പോകണം. അവൻ വല്ല വരുന്നതെന്തോ. ഇനി ഇവിടെ കയറിയിരിക്കാം. അയ്യോ എന്തോ തള്ളി കിട്ടുന്നു തോന്നി ഞാൻ. മിക്കവാറും ഇപ്പം അവൻ വരും. അവൻ്റെ സ്പീഡ് ഓട്ടം ഒന്നും പിടിക്കാൻ അറിയാൻ പറ്റൂലേ. കാണുന്നില്ലല്ലോ. ഇറങ്ങിയാലോ. ഇങ്ങോട്ട് 2 കൽപ്പിച്ച് ഇറങ്ങാൻ വേണം. ജയ് ഭാരത്. കണ്ണ് കാണാൻ വയ്യ. ജയ് ഭാരത് എന്നൊക്കെ വിളിച്ചിറങ്ങി പോയി. അത് വേറെ ഒരു ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. ആ വരം എനിക്ക് അവന് പേടി. എന്തായാലും ഇങ്ങോട്ട് പോവാം. എവിടേക്ക് എനിക്ക് എന്തൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അതെല്ലാം അവനാണോ എന്ന് വിശ്വസിക്കുന്നു. അയ്യോ ആരോ അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സമയത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. ഫേസ് ക്യാം. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോ എൻ്റെ ഫേസ് കാണത്തില്ല. ക്ഷമിക്കുക. എന്നെ 20 ലൈക്ക് എല്ലാവരും തരും. ഓക്കെ, ബാക്കി വീഡിയോ ഉണ്ടോളൂ. പേടിയായി. ഞാൻ വരുന്നെന്ന് തോന്നുന്നു. കണ്ട ഹൃദയെടുപ്പ് ഏൽക്കുന്നതിനടുത്തപ്പം വരുന്നതായിരിക്കും. എൻ്റെ പൊന്നടിയാ, ഞാൻ പേടിച്ചങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റുമോ? ഇത് കൈ തന്നേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ കള്ള മുട്ടയിടാ. ചന്തി അടിച്ച് ഞാൻ പൊട്ടിക്കും നിൻ്റെ. വേണ്ട, ഇപ്പം അവൻ അണ്ണാക്കി ചെന്നോണ്ടെടുത്ത് മനുഷ്യ റോസ്റ്റ് അടിക്കും. കോഴിയല്ല നമ്മൾ റോസ്റ്റ് അടിച്ച് തിരിഞ്ഞ് തിന്നും. പോട്ട് വരുന്നെന്ന് തോന്നുന്നു. ഹാർട്ട് ബീറ്റ് കേൾക്കുന്നു. കണ്ട ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നുണ്ടോ? കാൽപ്പാട്. കണ്ടേ. ഇവിടെ ഒന്ന് നോക്കിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും പോകാം. കള്ള ചെറുക്ക ആള് പെശകാണ് കേട്ടോ. മിക്കവാറും നമ്മൾ റോസ്റ്റ് അടിക്കും. അൽഫാം ഒരു ദിവസത്തെ അൽഫാമായി അവൻ. ജോക്കറാണിവൻ. ഇതിൻ്റെ സെക്കൻഡും ഉണ്ട്. നമ്മളെല്ലാം കളിക്കുന്നു. പോയില്ലെന്ന് അറിഞ്ഞും കൂടെ എന്തായാലും കയറി ചെന്നു. കണ്ടതുകൊണ്ട് പേടിക്കൂല. അപ്പം നമ്മൾ പിന്നും ആദ്യം തൊട്ട് കളിക്കണോ?
അല്ല, ഫോൺ ബില്ല്. അയ്യോ, നമ്മളേത് ആശുപത്രി ഓപ്പറേഷൻ ചെയ്തിട്ടേക്കുന്നവൻ. 147 66 എന്തോന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടേക്കുന്ന നമ്മളെ. അയ്യോടാ, ഗെറ്റ് വെൽ സൂൺ ഹണി മോം. നമ്മളിപ്പോൾ അവിടെ ഇല്ലായിരുന്നു, ഇതെങ്ങനെ ആശുപത്രി എത്തി? അമ്മ നമുക്ക് ലെറ്റർ എഴുതിയിരിക്കുന്നു, ഉടനെ സുഖപ്പെടട്ടെ മോളേന്ന്. ഗെയിം ഓവർ. സുഹൃത്തുക്കളെ, നമ്മൾ ഇനി ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് മിക്കവാറും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കയറിയില്ലായിരുന്നു, രണ്ടാമത് അവിടെ മൂലമായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ചാനലിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ലെങ്ത് കൂടി പോകും. സോ ഇന്നത്തെ 20 ലൈക്സ് നിങ്ങൾ ചെയ്തു തരുക. സോ കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.